ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴേക്കും കറിയിലേക്കുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കട്ടെ, പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതപ്പോൾ നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, ഓയിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് സാദാ മുളക് പൊടി ഇട്ടോ, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂണ് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, തക്കാളിയും മല്ലിയിലയും അണ്ടിപ്പരിപ്പുള്ള മിക്സ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം കറി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് വരും. അണ്ടിപ്പരിപ്പ് അരച്ചതുകൊണ്ട് കറി കുറച്ച് ചൂടാറിയതിന് ശേഷമൊക്കെ നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഇതിലേക്ക് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് വെച്ച ചിക്കൻ പീസ് ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ചിക്കൻ കറിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അത് ഇഷ്ടമല്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾക്ക് എത്രത്തോളം കറി വേണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും നല്ല തിക്കായിട്ട് വരും ഫൈനലി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി കറി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ കുക്കാവണ വരെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ.
ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല അവസാനം ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കറി ചെറിയുള്ളി വെച്ചിട്ടൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പിലൊരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെറുള്ളി തൂമിക്കണം കേട്ടോ, അപ്പോഴാണ് കറിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഓയിൽ എടുക്കരുത്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. അപ്പോഴേക്കും കറി നല്ല തിക്കായി നല്ല ടേസ്റ്റിയായി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ നല്ല ലൂസാണ് കറി, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല തിക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്